കോളിളക്കം സൃഷ്ടിച്ച എപ്സ്റ്റൈൻ ഫയൽസ് വീണ്ടും ഒരിക്കൽ കൂടി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ചൂടുപിടിക്കുകയാണ്. ബാലപീഡനം, മനുഷ്യക്കടത്ത്, ലൈംഗിക പീഡന പരമ്പരകൾ ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളടങ്ങിയ കേസുകെട്ടുകളുടെ നീണ്ട അധ്യായമടയ്ക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനമാണ് വീണ്ടും ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ജെഫ്രി എപ്സ്റ്റൈന്റെ സീക്രട്ട് VIP ക്ലയന്റ് ലിസ്റ്റിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമുണ്ടെന്ന് ഇലോൺ മസ്ക് ആരോപണമുയർത്തി ദിവസങ്ങൾക്കകമാണ് ഭരണകൂടത്തിന്റെ നീക്കം. അമേരിക്കയിലെ പ്രബലരും ശക്തരുമായ പലരും ആ രഹസ്യ പട്ടികയിലുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയൊരു സീക്രട്ട് ക്ലയന്റ് ലിസ്റ്റ് തന്നെ ഇല്ലെന്നാണ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഒടുവിൽ വ്യക്തമാക്കിയത്. ഇതിനെതിരെ ട്രംപിന്റെ മാഗ ടീമിലെ പ്രമുഖർ തന്നെ എതിർപ്പുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. വിവാദങ്ങൾ ഒരു വശത്ത് കൊഴുക്കുമ്പോഴാണ് പ്രമുഖ US മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും പോഡ്കാസ്റ്ററുമായ ടക്കർ കാൾസൺ ഗുരുതരമായൊരു ആരോപണം ഉയർത്തിയിരിക്കുന്നത്. ജെഫ്രി എപ്സ്റ്റൈൻ ഇസ്രായേൽ ചാരസംഘമായ മൊസാദിനു വേണ്ടി പ്രവർത്തിച്ചെന്നാണ് വെളിപ്പെടുത്തൽ. ഇസ്രായേൽ നിർദ്ദേശപ്രകാരം അമേരിക്കയിലെ പ്രബലരായ രാഷ്ട്രീയ നേതാക്കളെ സെക്സ് കെണിയിൽ കുരുക്കുകയായിരുന്നു എപ്സ്റ്റൈൻ ചെയ്തതെന്നും കാൾസൺ ആരോപിക്കുന്നു. ടക്കർ കാൾസന്റെ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? അതിന് അദ്ദേഹം നിരത്തുന്ന കാരണങ്ങൾ എന്തെല്ലാമാണ്? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. വെറും ഒരു മാധ്യമ പ്രവർത്തകനല്ല കാൾസൺ. അമേരിക്കയിൽ ട്രംപിസത്തിനു വേണ്ടി വാദിച്ച് രംഗത്തെത്തിയ ആദ്യത്തെ ഹൈ പ്രൊഫൈൽ വ്യക്തികളിൽ ഒരാളാണ്. മുൻ ഫോക്സ് ന്യൂസ് അവതാരകൻ, വലതുപക്ഷ മാധ്യമങ്ങളിൽ ഏറ്റവും ജനസ്വാധീനമുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാൾ. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വേണ്ടി വോട്ട് ചോദിച്ച് പ്രചാരണ രംഗത്തും സജീവമായിരുന്നു. എന്നാൽ മസ്കിനെ പോലെ തന്നെ ട്രംപിന്റെ ഭരണത്തിലും നയങ്ങളിലുമെല്ലാം അസംതൃപ്തനായ കാൾസനെയാണ് കഴിഞ്ഞ കുറച്ചുനാളായി കാണുന്നത്. കഴിഞ്ഞ ദിവസം ഫ്ലോറിഡയിലെ ടാംപയിൽ നടന്ന ടേണിംഗ് പോയിന്റ് USAയുടെ സ്റ്റുഡന്റ് ആക്ഷൻ സമ്മിറ്റിൽ സംസാരിക്കവെയാണ് കാൾസൺ എപ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട കോളിളക്കം സൃഷ്ടിക്കാനിടയുള്ള പരാമർശങ്ങൾ നടത്തിയത്. എപ്സ്റ്റൈന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഉറവിടം, ഇസ്രായേലുമായുള്ള ബന്ധം എന്നിവയെല്ലാം ചോദ്യം ചെയ്ത കാൾസൺ ഇസ്രായേൽ ബന്ധം ചർച്ച ചെയ്യുന്നത് തന്നെ പാപമായി കണക്കാക്കുന്നതിനെതിരെയും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ആദ്യം ജെഫ്രി എപ്സ്റ്റൈൻ ആരാണെന്നും അയാൾക്കെതിരെയുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ചുരുക്കി പറയാം. 1953 ന്യൂയോർക്ക് സിറ്റിയിലെ ബ്രൂക്ലിനിൽ ഒരു ജൂത ദമ്പതികളുടെ മകനായി ജനിച്ച എപ്സ്റ്റൈൻ ഗണിതശാസ്ത്ര അധ്യാപകനായാണ് കരിയർ തുടങ്ങുന്നത്. അധ്യാപന കാലത്ത് തന്നെ കുട്ടികളെ ലൈംഗിക ചുവയോടെ സമീപിച്ചെന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിടുകയും സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷമാണ് സാമ്പത്തിക രംഗത്തേക്ക് കരിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. US ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ബിയർ സ്റ്റേൺസിലൂടെയായിരുന്നു തുടക്കം. പിന്നീട് ഇന്റർകോണ്ടിനെന്റൽ അസറ്റ്സ് ഗ്രൂപ്പ് എന്ന പേരിൽ സ്വന്തമായൊരു കൺസൾട്ടിംഗ് കമ്പനിക്ക് തുടക്കമിട്ടു. ഇതിനിടയിൽ ടവേഴ്സ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നൊരു ഡെറ്റ് കളക്ഷൻ ഏജൻസിയുടെ കൺസൾട്ടന്റായും പ്രവർത്തിച്ചു. 1988 ജെ എപ്സ്റ്റൈൻ ആൻഡ് കമ്പനി എന്ന പേരിൽ ധനകാര്യ സ്ഥാപനം ആരംഭിച്ചു. ധനകാര്യ രംഗത്തിന് പുറമെ മാധ്യമ മേഖലയിലും കണ്ടുവച്ച എപ്സ്റ്റൈൻ ന്യൂയോർക്ക് മാഗസിൻ വാങ്ങാൻ നീക്കം നടത്തിയിരുന്നു. ആ ശ്രമം പരാജയപ്പെട്ടെങ്കിലും റഡാർ എന്നൊരു പോപ്പ് കൾച്ചർ മാഗസിന്റെ ഓഹരി സ്വന്തമാക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു ഇസ്രായേൽ ഡിഫൻസ് കമ്പനിയുടെ നിക്ഷേപം സ്വന്തമാക്കുന്നുണ്ട് എപ്സ്റ്റൈൻ. മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി എഹൂദ് ബറാക്കിന്റെ നേതൃത്വത്തിലുള്ള കോർബിൻ എന്ന കമ്പനിയിലായിരുന്നു അത്. വളരെ വേഗത്തിൽ എഹൂദ് ബറാക്കിന്റെ വിശ്വസ്ത വലയത്തിൽ ഇടം പിടിക്കുന്നുണ്ട് അയാൾ. മാൻഹാട്ടനിലുള്ള എപ്സ്റ്റൈന്റെ അപ്പാർട്ട്മെന്റിൽ ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി സ്ഥിരം സന്ദർശകനായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തലവനും പ്രതിരോധ മന്ത്രിയുമെല്ലാമായ ആളാണ് എഹൂദ് എന്നും പ്രത്യേകം ഓർക്കണം. എപ്സ്റ്റൈൻ കേസിലെ ഇരകളിൽ പലരെയും താമസിപ്പിച്ചിരുന്ന അപ്പാർട്ട്മെന്റുകളിൽ ഒന്നുകൂടിയാണ് മാൻഹാട്ടനിലുള്ളത്. എഹൂദിന് പുറമെ ഇസ്രായേൽ ഗവേഷണ സൈനിക മേഖലകളിലുള്ളവരുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു എപ്സ്റ്റൈന്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വിവിധ ഇസ്രായേൽ സൈനിക താവളങ്ങളും അദ്ദേഹം പലതവണ സന്ദർശിച്ചിരുന്നു. 2005 എപ്സ്റ്റൈനെതിരെ ആദ്യമായൊരു ആരോപണം ഉയരുന്നത്. 14 വയസ്സ് പ്രായമുള്ള കൊച്ചുമകളെ ലൈംഗികമായി ഉപയോഗിച്ചെന്ന പരാതിയുമായി ഒരു സ്ത്രീ പാം ബീച്ച് പോലീസിൽ നൽകിയ പരാതിയിലായിരുന്നു തുടക്കം. അന്വേഷണത്തിൽ പ്രായപൂർത്തിയാകാത്ത കൂടുതൽ കുട്ടികളെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. 2008 ഫ്ലോറിഡ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ഏതാനും മാസം ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്തു. 2019 കുരുക്കുമുറുകുന്നത്. ഫ്ലോറിഡയിലും ന്യൂയോർക്കിലുമായി നിരവധി ബാലപീഡന, ലൈംഗിക കടത്ത് കേസുകളാണ് എപ്സ്റ്റൈനെതിരെ രജിസ്റ്റർ ചെയ്തത്. കേസിൽ അറസ്റ്റിലായി വീണ്ടും ജയിലിലടയ്ക്കപ്പെട്ടു. എന്നാൽ തൊട്ടടുത്ത മാസം
ന്യൂയോർക്ക് സിറ്റിയിലെ സെല്ലിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊലപാതകമാണെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നെങ്കിലും ആത്മഹത്യ തന്നെയെന്ന് വ്യക്തമാക്കി FBI-യുടെ അന്തിമ റിപ്പോർട്ട് വന്നു. ഇനി ടക്കർ കാൾസന്റെ ആരോപണങ്ങളിലേക്ക് വരാം. മൊസാദിന് വേണ്ടി അമേരിക്കയിലെ ഉന്നതരെ ലക്ഷ്യമിട്ട് ബ്ലാക്ക്മെയിൽ ഓപ്പറേഷൻ നടത്തുകയായിരുന്നു ജെഫ്രി എപ്സ്റ്റൈൻ ചെയ്തതെന്നാണ് കാൾസൺ ആരോപിക്കുന്നത്. എപ്സ്റ്റൈൻ വൈകൃത മനസ്സുള്ളയാളാണോ, പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തിരുന്നോ എന്നൊന്നുമല്ല യഥാർത്ഥ ചോദ്യം. എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ് അയാൾ അതെല്ലാം ചെയ്തത്, എവിടെ നിന്നാണ് അയാൾക്ക് പണം ലഭിച്ചത് എന്നൊക്കെയാണ് യഥാർത്ഥ വിഷയം. എപ്സ്റ്റൈൻ ഫയൽസിലെ ഇസ്രായേൽ ബന്ധത്തെക്കുറിച്ച് ടേണിംഗ് പോയിന്റ് USA-യുടെ വേദിയിൽ കാൾസൺ ചോദ്യങ്ങൾ ഉയർത്തിത്തുടങ്ങിയത് അങ്ങനെയായിരുന്നു. പിന്നീട് അതിഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. എപ്സ്റ്റൈൻ ഒരു രഹസ്യാന്വേഷണ ഏജൻസിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അമേരിക്കൻ ഏജൻസിയുമല്ല. ആർക്കു വേണ്ടിയാണ് അയാൾ പ്രവർത്തിച്ചതെന്ന് ചോദ്യമുയർത്താനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ടെന്നും കാൾസൺ പറഞ്ഞു. എപ്സ്റ്റൈന് ഒരു വിദേശ ഭരണകൂടവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്ന് അയാളെ ശ്രദ്ധിച്ചവർക്കെല്ലാം വ്യക്തമായ കാര്യമാണ്. എന്നാൽ ആ ഭരണകൂടം ഇസ്രായേലാണെന്ന് പറയാൻ ആർക്കും പറ്റില്ല. അങ്ങനെ വിളിച്ചു പറയുന്നത് അനുസരണക്കേടോ മറ്റോ ആണെന്ന് വിശ്വസിക്കാൻ നമ്മൾ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എപ്സ്റ്റൈൻ മൊസാദിന് വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നതെന്നാണ് വാഷിംഗ്ടൺ DC-യിലുള്ളവരെല്ലാം വിശ്വസിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇവിടെ നിഷിദ്ധമായ കാര്യമായാണ് കണക്കാക്കപ്പെടുന്നത്. കാൾസൺ തുടരുന്നു. എപ്സ്റ്റൈന് ഇസ്രായേലുമായി ബന്ധമുണ്ടെന്ന് പറയുന്നത് വിദ്വേഷമോ സെമിറ്റിക് വിരുദ്ധതയോ ഒന്നുമല്ല. അത് പറയുന്നതിലും ചോദ്യമുയർത്തുന്നതിലും ഒരു തെറ്റുമില്ല. മുൻ പ്രസിഡന്റ് ജോൺ F. കെന്നഡിയെ കൊന്നത് CIA ആണെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ അമേരിക്കൻ വിരുദ്ധനാകുന്നില്ലല്ലോ. ഒരു ഭരണകൂട ഏജൻസിയുടെ സ്വഭാവത്തെ വിമർശിച്ചാൽ നമ്മൾ അതിനെ വെറുക്കുന്നു എന്നല്ല അതിനർത്ഥം. ഒരു വിദേശ ഏജൻസിയെയും നമ്മുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ വിടരുതെന്ന് ആവശ്യപ്പെടാനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ടെന്നും വ്യക്തമാക്കുന്നു കാൾസൺ. എഹൂദ് ബരാക്കുമായുള്ള എപ്സ്റ്റൈന്റെ അടുത്ത ബന്ധവും കാൾസൺ ഉദാഹരണമായി നിരത്തുന്നുണ്ട്. 2013 മുതൽ എഹൂദ് എപ്സ്റ്റൈനുമായി നിരവധി തവണ കൂടിക്കാഴ്ച നടത്തുകയും എപ്സ്റ്റൈൻ വസതിയിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. എപ്സ്റ്റൈന്റെ ദീർഘകാല സഹായിയായ ഗിസ്ലാൻ മാക്സ്വെല്ലിന്റെ പിതാവ് റോബർട്ട് മാക്സ്വെല്ലിന് മൊസാദുമായി ബന്ധമുണ്ടായിരുന്നെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മൊസാദിന് വേണ്ടിയായിരുന്നോ അയാൾ ഇതെല്ലാം ചെയ്തത്? വിദേശ ഏജൻസിക്ക് വേണ്ടി ബ്ലാക്ക്മെയിൽ ഓപ്പറേഷൻ നടത്തുകയായിരുന്നു അയാൾ. ഓരോ വാഷിംഗ്ടൺകാരനും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. മറുത്തു ചിന്തിക്കുന്ന ഒരാളെയും അവിടെ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ അവരൊന്നും ഇസ്രായേലിനെ വെറുക്കുന്നവരുമല്ല. അങ്ങനെയൊരു കാര്യം സംഭവിച്ചോ എന്നത് ഉറക്കെ പറയേണ്ട സമയമാണിത്. ഇസ്രായേൽ ഭരണകൂടത്തോട് അത്തരമൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ അക്കാര്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശമില്ല എന്നായിരുന്നു മറുപടി ലഭിച്ചത്. അമേരിക്ക ഇസ്രായേലിനെ സാമ്പത്തികമായി സഹായിക്കുന്നത് തുടരുന്നുണ്ടെങ്കിൽ മൊസാദ് അമേരിക്കയിൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്നുണ്ടോ എന്നറിയാനുള്ള അവകാശം പൗരന്മാർക്കുമുണ്ട്. എന്നാൽ അങ്ങനെ പറയുന്നത് വിദ്വേഷവും മതനിന്ദയുമായി കരുതുന്ന തരത്തിൽ ആളുകൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും പ്രസംഗത്തിൽ ടക്കർ കാൾസൺ ചൂണ്ടിക്കാട്ടുന്നു.